PSC LP-UP എക്സാമിൻ്റെ ഫൈനൽ റിവിഷനാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഇത് പാർട്ട് 2 വീഡിയോ ആണ്. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വിറ്റാമിൻ എയുടെ അഭാവം മൂലം കോർണിയ അതാര്യമാകുന്ന അവസ്ഥ. സിറോഫ്താൽമിയ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, കോർണിയയുടെ പിൻഭാഗത്തായി കാണുന്ന രക്തപടലത്തിൻ്റെ ഭാഗം ഏത്? ഐറിസ്. നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കണ്ണിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം ഏത്? ജീവകം എ. നാലാമത്തെ ചോദ്യം, കുഞ്ഞുങ്ങൾക്ക് ആദ്യമായി കണ്ണുനീർ ഉണ്ടാകുന്നത് എപ്പോഴാണ്? 3 ആഴ്ച. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, കോൺകോശങ്ങളുടെ തകരാറ് മൂലം ചുവപ്പും പച്ചയും നിറങ്ങൾ വേർതിരിച്ചറിയാൻ കഴിയാത്ത രോഗാവസ്ഥ ഏത്? വർണ്ണാന്ധത. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഒരേ സമയം കണ്ണുകളുടെ വ്യത്യസ്ത ദിശയിലേക്ക് വ്യത്യസ്ത കാഴ്ചകൾ ഒരേ സമയം കാണാൻ കഴിയുന്ന ജീവി. ഉത്തരം ഓന്ത്. അടുത്ത ക്വസ്റ്റ്യൻ, കണ്ണിൻ്റെ തിളക്കത്തിന് കാരണം? സിങ്ക്. എട്ടാമത്തെ ചോദ്യം, വർണ്ണാന്ധത അറിയപ്പെടുന്ന മറ്റൊരു പേര്? ഡാൽട്ടനിസം. ഒമ്പതാമത്തെ ചോദ്യം, കണ്ണിലെ ലെൻസിന്റെ ഇലാസ്തികത നഷ്ടപ്പെടുന്നത് മൂലമുണ്ടാകുന്ന കാഴ്ചാ വൈകല്യം? പ്രസ്ബയോപ്പിയ, വെള്ളെഴുത്ത്. പത്താമത്തെ ചോദ്യം, ദീർഘദൃഷ്ടിയുടെ മറ്റൊരു പേര്? ഹൈപ്പർ മെട്രോപ്പിയ. 11ാമത്തെ ചോദ്യം, ഹ്രസ്വദൃഷ്ടിയുള്ളവരിൽ പ്രതിബിംബം രൂപപ്പെടുന്നത്? ഉത്തരം റെറ്റിനയ്ക്ക് മുൻപിൽ. 12ാമത്തെ ചോദ്യം, ഹ്രസ്വദൃഷ്ടിയുടെ മറ്റൊരു പേര്? മയോപ്പിയ. 13ാമത്തെ ചോദ്യം, ഹൈപ്പർ മെട്രോപ്പിയ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ്? കോൺവെക്സ് ലെൻസ്. 14ാമത്തെ ചോദ്യം, കണ്ണിൻ്റെ വീക്ഷണ സ്ഥിരത എത്രയാണ്? 1/16 സെക്കൻഡ്. സെൽഫോൺ, കമ്പ്യൂട്ടർ, ടാബ്ലറ്റ് എന്നിവ തുടർച്ചയായി ഉപയോഗിക്കുന്നത് മൂലം കണ്ണിനുണ്ടാകുന്ന പ്രശ്നം? ഉത്തരം കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം. 16ാമത്തെ ക്വസ്റ്റ്യൻ, കാഴ്ചശക്തി പരിശോധിക്കുവാൻ ഉപയോഗിക്കുന്ന ചാർട്ട്? ഉത്തരം സ്നെല്ലൻ ചാർട്ട്. 17ാമത്തെ ചോദ്യം, കണ്ണിൻ്റെ ബാഹ്യപാളി എന്നറിയപ്പെടുന്ന ഭാഗം? ഉത്തരം ദൃഢപടലം. 18ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗം ഏത്? ഉത്തരം പീതബിന്ദു. 19ാമത്തെ ചോദ്യം, പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഭാഗം? ആൻസർ കോർണിയ. അവസാന ചോദ്യത്തിലേക്ക് കടക്കാം. ലെൻസിനെ ചുറ്റിയുള്ള വൃത്താകൃതിയിലുള്ള പേശികൾ? ഉത്തരം സീലിയറി പേശികൾ. താങ്ക് യു.